ഞാൻ വ്യോമയാന രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. എൻ്റെത് കമേഴ്ഷ്യൽ സൈഡാണ്, ടെക്നിക്കലല്ല. ഞാൻ അൽഹിന്ദ് ഗ്രൂപ്പിൻ്റെ ഡയറക്ടറാണ്. ഞങ്ങൾ അൽഹിന്ദിൻ്റെ വിമാനം പറക്കാൻ പോകുന്നൊരവസരത്തിലാണ് ഇങ്ങനെ ഒരു ഏറ്റവും ദാരുണമായ ഒരു സംഭവം നമ്മുടെ രാജ്യത്തുണ്ടായത്. ആദ്യം തന്നെ ആ ദാരുണ സംഭവത്തിൽ മരിച്ച എല്ലാവർക്കും നമ്മളെ അനുശോചനം രേഖപ്പെടുത്തിയാണ്. സംതൃപ്ത കുടുംബാംഗങ്ങളോട് ഞങ്ങളുടെ എല്ലാ അനുഭവവും രേഖപ്പെടുത്തിയാണ്. ഏതൊക്കെ മേഖലയിൽ ഞങ്ങൾക്കൊക്കെ അതിൽ ഇടപെട്ട് സഹായിക്കാൻ കഴിയുമോ അതും നമുക്ക് ചെയ്യാമെന്നുള്ള വാഗ്ദാനം ഇവിടെ നൽകുകയാണ്. യഥാർത്ഥത്തിൽ ബോയിങ് നമ്മുടെ സ്വപ്നങ്ങൾ പറത്തുന്നില്ല, പകരം അത് പറത്തുന്നത് സംശയങ്ങളാണ്. ഈ 2011 ആ ബോയിങ്ങിൻ്റെ ആരംഭം മുതൽ പിന്നീട് അങ്ങോട്ട് ആ കമ്പനികൾ തന്ന മാറ്റം, ഒരുപാട് കാരണങ്ങൾ. അവരുടെ $43 ബില്യൺ അവരത് ബൈബാക്ക് ചെയ്തു. പിന്നീടുള്ള വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങളിലൊക്കെ മാറ്റം വരുത്തി. അപ്പോൾ ഇന്ത്യ ഉൾപ്പെടെ ചൈന ഉൾപ്പെടെ ഇന്ത്യയുടെ DGCയെ പോലും അവരുടെ സർട്ടിഫിക്കറ്റിൽ സംശയം പുലർത്തി വിശ്വാസ്യത പോരാ എന്ന് കണ്ടിട്ട് അത് വീണ്ടും ഇന്ത്യയിൽ തന്നെ പരിശോധിക്കേണ്ട സംഭവം ഉണ്ടായി. പൈലറ്റുമാർക്കൊക്കെ വേണ്ടത്ര സിമുലേറ്റർ, എൻ്റെ കൂടെ ഈ സഹ പാനലിസ്റ്റുകളായ വളരെ വിദഗ്ധരായ ആൾക്കാർക്കറിയാം, സിമുലേറ്റർ സംവിധാനം അത് ടേബിൾ ടോപ്പിലേക്ക് മാറ്റാമെന്നായി. അങ്ങനെ ഒരു വേണ്ടത്ര എല്ലാ രൂപത്തിലുള്ള സുരക്ഷിത ക്രമീകരണങ്ങളും അവർ സാമ്പത്തിക അടിസ്ഥാനത്തിൽ നേരത്തെ അത് ടെക്നിക്കലി ലെഡ് ഒരു കമ്പനിയാണെങ്കിൽ പിന്നീട് ഒരു പ്രോഫിറ്റ് ലെഡ് കമ്പനിയായി മാറി എന്നുള്ളതാണ്. ആദ്യം ഏറ്റവും കൂടുതൽ സുരക്ഷ മുൻനിർത്തിയ സ്ഥാപനം പിന്നീട് അത് എത്രത്തോളം പണം ഉണ്ടാക്കാമെന്നുള്ള രൂപത്തിലേക്ക് അവർ മാറി. അതിൻ്റെ ഒരുപാട് ഘടകങ്ങളാണ് ഇവിടെ ഇപ്പോൾ ഈ ഓയിൽ ഫ്യൂസേജിൻ്റെയും MCAയുടെയും കാര്യത്തിലൊക്കെ പറയപ്പെടുന്നത്. കൃത്യമായി നമുക്ക് എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ കഴിയുന്നില്ല എങ്കിലും ഒരുപാട് കാലങ്ങളായി ഈ ബോയിങ് കമ്പനികളുടെ പ്രവർത്തനങ്ങൾക്കെതിരായി ആ കമ്പനിയിൽ നിന്ന് തന്നെ പ്രവർത്തിച്ച് പിന്നീട് മരണം വരിക്കേണ്ടി വന്ന ജോൺ ബോൾട്ട്, ബ്രൂസർ എന്നുള്ള ആൾക്കാരൊക്കെ നേരത്തെ പ്രകടിപ്പിച്ച ആ സംശയങ്ങളെ ഇപ്പോൾ ബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കൃത്യമായി എന്താണ് സംഭവിച്ചത് എന്ന് ഇതിനോടകം തന്നെ പർച്ചേസിന് ഓർഡർ കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ പിൻവലിക്കാനുള്ള തീരുമാനത്തിലേക്കും എത്തുമ്പോൾ ഈ വിമാനങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടും, കാരണം ഒരുപാട് ഓർഡറുകൾ 2000-ഓളം ഓർഡറുകൾ ഉണ്ടാകുമെന്ന് ഒരു കണക്ക് അല്ലെങ്കിൽ മുൻകൂട്ടി കണ്ടുകൊണ്ട് ആണ് ഇപ്പോൾ ഈ കമ്പനി പ്രവർത്തനം. അതിൽ 1180 ഓർഡറുകൾ കൊടുത്ത് അവർ നൽകിക്കഴിഞ്ഞു, വിമാനങ്ങൾ നൽകിക്കഴിഞ്ഞു. അപ്പോൾ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ സുരക്ഷയുടെ കാര്യത്തിൽ ഇതൊരു വലിയൊരു ചൂണ്ടുപലകയെ മാറുന്നുണ്ട്. നമ്മൾ കരിപ്പൂർ അപകടത്തിന് ശേഷമൊക്കെ ഓരോ റിപ്പോർട്ടുകളുണ്ട്. ആ റിപ്പോർട്ടുകളൊക്കെ എന്താണ്, ഒരുപാട് നാളുകളെടുത്ത് റിപ്പോർട്ടുകൾ തയ്യാറാക്കപ്പെട്ട അല്ലെങ്കിൽ കണ്ടെത്തിയ വസ്തുതകൾ പോലും അത് പ്രവർത്തിപഥത്തിൽ എത്തിച്ചിട്ടില്ല. അപ്പോൾ ഈ അപകടം നമുക്ക് ഉൾക്കാഴ്ചയോടുകൂടി എന്തൊക്കെ ജാഗ്രത ഇനിയുള്ള ഈ വിമാന ദുരന്തവുമായി, വിമാനത്തിന്റെ ദൈനംദിന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കുന്നതാണ്. ഞാൻ പറയുന്നത് ബോയിങ് തകർന്നത് വായുവിൽ മാത്രമല്ല, അതിൻ്റെ മൂല്യങ്ങളിലാണ് തകർച്ച സംഭവിക്കുന്നത്. സേഫ്റ്റി ഫസ്റ്റ് എന്നായിരുന്നു അവരുടെ ആദ്യത്തെ സ്ലോഗൻ, മുദ്രാവാക്യം. പിന്നീട് അത് പ്രോഫിറ്റ് ഫസ്റ്റിലേക്ക് മാറിയതോടുകൂടിയാണ് ഒന്നൊന്നായി. നിങ്ങൾ നോക്കൂ, എത്ര അപകടങ്ങളാണ് ഈ ബോയിങ്ങിന് വന്നിരിക്കുന്നത്. 364 ആളെ മരിച്ച 2011 അതിനുശേഷമുള്ള 2010 ശേഷം ഉണ്ടായ ആദ്യത്തെ ഏറ്റവും വലിയ അപകടം. പിന്നീട് എല്ലാ ഫ്ലൈറ്റുകളും ഗ്രൗണ്ടഡായ കാര്യം. അപ്പോൾ എന്താ വെച്ചാൽ അവരുടെ ജീവനക്കാർ തന്നെ അല്ലെങ്കിൽ അവരെക്കുറിച്ച് വന്ന ചില റിവ്യൂസിൽ പറയുന്നത് ഭയങ്കരമായിട്ടുള്ള പ്രഷറാണ് പ്രൊഡക്ഷനിൽ നിന്നാണ്. വേൾഡ് വൈഡ് ഒരുപാട് ഓർഡേഴ്സ് വരുമ്പോൾ പിന്നെ അവർ ചെയ്തതെന്ന് പറഞ്ഞാൽ അമേരിക്ക എന്ത് ചെയ്തു, ഈ ലോ കോസ്റ്റ് കൺട്രീസിലേക്ക് ഇതിൻ്റെ പാർട്സും മാനുഫാക്ചറുകളും മാറ്റി. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ പല ഉൽപ്പന്നങ്ങളും, നമ്മുടെ ഇന്ത്യൻ ഉൽപ്പന്നവും ചൈനീസ് ഉൽപ്പന്നവും നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ നാം പലപ്പോഴും കാണുന്നതാണ് ചൈനീസിൻ്റെ കുറ്റപ്പെടുത്തി പറയല്ല, പല ഉൽപ്പന്നങ്ങൾക്കും വേണ്ടത്ര ക്വാളിറ്റി ഇല്ലാന്ന്. അപ്പോൾ ക്വാളിറ്റി ഡൈല്യൂഷൻ നടത്തിയതാണ് ഇതിൽ ഏറ്റവും വലിയ, ഈ കമ്പനിയെക്കുറിച്ച് ഏറ്റവും വലിയ ഒരു പരാതിയായി പറയപ്പെടുന്നത്. ഇവിടെ അത്തരം കാര്യങ്ങൾ എത്രത്തോളം എനിക്ക് ആധികാരികമായി പറയാൻ കഴിയില്ല എങ്കിലും എൻ്റെ കൂടെയുള്ള പാനലിസ്റ്റും പൈലറ്റുമാർക്കൊക്കെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാമായിരിക്കും. ഈ ഒരു ഘട്ടത്തിൽ ഈ ബോയിങ്ങിൻ്റെ വിശ്വാസ്യത തകർന്നിരിക്കുകയാണ്. അവരുടെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ സ്വയം തന്നെ സാക്ഷ്യപ്പെടുത്തി എന്നാണ് പറയുന്നത്. നമുക്കൊക്കെ ഇത്തരം കാര്യങ്ങൾ സ്വയം സാക്ഷ്യപ്പെടുത്താനുള്ള യാതൊരുവിധ അധികാരങ്ങളോ മാർഗങ്ങളോ ഇല്ല. ഇപ്പം നമുക്ക് DGCയിൽ നിന്നും നമ്മുടെ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടണമെങ്കിലൊക്കെ നമ്മൾ ഒരുപാട് പ്രതിസന്ധികൾ മറികടന്നു പോകണം അത് ചെയ്യാൻ. അല്ലാതെ അവിടെ വേറെ ലൂപ്പ് ഹോൾസോ അല്ലെങ്കിൽ കൈക്കൂലി കൊണ്ടോ നടത്തിയെടുക്കാവുന്ന സംഗതികളല്ല. പക്ഷെ അതൊക്കെ നടന്നു എന്നാണ്
ഈ ബോയിങ്ങിനെ കുറിച്ച് പിന്നീട് പറയപ്പെടുന്നത്. തീർച്ചയായും ശ്രീ നൂറുദ്ദീൻ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരുപാട് സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ട്.